കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെ ഇഷ്ടമാണല്ലോ ഫ്രഞ്ച് ഫ്രൈസ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ കുറച്ച് സമയം കൊണ്ട് വീട്ടിൽ തയ്യാറാക്കാം. അതിനായി ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊട്ടറ്റോ കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിൻ്റെ തോലെല്ലാം കളയണം. ചെറിയ കേടൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കണം കേട്ടോ. നല്ല ഫ്രഷ് വാങ്ങാൻ നോക്കണം. ഇത് അത്ര ഫ്രഷ് അല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. തോലെല്ലാം ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയണം. സ്റ്റാർച്ച് കുറഞ്ഞ ടൈപ്പ് പൊട്ടറ്റോ എടുക്കണം കേട്ടോ. സ്റ്റാർച്ച് കൂടിയതാണെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോഴാണ് ബെസ്റ്റ്. ഇതേപോലെ എല്ലാം തോലെല്ലാം കളഞ്ഞ് നല്ല നീറ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ സൈഡിലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണേ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അറ്റത്ത് വരുമ്പോഴത്തേക്കും കനം കുറഞ്ഞോ അല്ലെങ്കിൽ വലുപ്പം കുറഞ്ഞോ ഇരിക്കില്ലേ, അപ്പോൾ എണ്ണയിൽ ഫ്രൈ ആവാൻ പ്രയാസമാവും. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ കനവും വേണ്ട, എന്നാൽ നൈസും ആവരുത്, അതായിരിക്കും അതിൻ്റെ പാകം. എല്ലാം കട്ട് ചെയ്തെടുത്ത് തണുത്ത വെള്ളത്തിൽ ഐസ് വാട്ടറിലോ നമുക്കത് അരമണിക്കൂർ ഇട്ട് വയ്ക്കാം. അതിൻ്റെ സ്റ്റാർച്ചെല്ലാം ഇളകി വരുന്നുണ്ട്. കുറവായതുകൊണ്ട് ഇത്രയേ വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും കേട്ടോ. ഇനി അത് 2-3 പ്രാവശ്യം സാധാരണ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി ഊറ്റിക്കളയണം. ഞാനിത് നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് അതിൻ്റെ സ്റ്റാർച്ചെല്ലാം കളഞ്ഞ് നല്ല ക്ലിയർ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. കൂട്ടുകാരെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പൊട്ടറ്റോ പീസാക്കി വെച്ചത് ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ്, അതിൽ കൂടണ്ട കേട്ടോ, ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതൊന്ന് വെള്ളം വാരാനായിട്ട് വെക്കണം. കൂടുതൽ വേവിക്കരുതേ. 2-3 മിനിറ്റ്, കറക്റ്റ് 5 മിനിറ്റിൽ താഴെ മാത്രം മതി. സ്റ്റീം ചെയ്തെടുത്ത് വെച്ച് അതിലെ വെള്ളമെല്ലാം കംപ്ലീറ്റ് കളയണം. ഒരു കോട്ടൺ വെച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ഇട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. അല്പം പോലും വെള്ളം പാടില്ല കേട്ടോ. ഞാനൊരു ട്രേയിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് ടിഷ്യൂ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് നീറ്റാക്കി എടുക്കുന്നുണ്ട്. നല്ല ഫ്രഷായിട്ട് അല്പം പോലും വെള്ളമില്ലാതെ എടുത്തിട്ടുണ്ട്. നോക്കൂ, ഇനി അതിലേക്ക് അല്പം കോൺഫ്ലവറാണ് ചേർക്കേണ്ടത്. 1 സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൈവച്ചോ അല്ലെങ്കിൽ ഇതേപോലെ പദം ഒന്ന് ഇളക്കി നമുക്ക് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. കൂടുതലൊന്നും വേണ്ട, കോട്ടിങ് അല്പം മതി. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് വേണമെങ്കിൽ അല്പം കൂടി ചേർത്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. കോൺഫ്ലവർ എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ മതി കേട്ടോ. ഇനി ഒരു പാനിലേക്ക് നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ തന്നെ ഒഴിക്കണേ, പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാൻ പാടില്ല, ആ ടേസ്റ്റേ മാറിപ്പോവും. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. കോൺഫ്ലവർ മിക്സ് ആയത് കാരണം പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേ പാകത്തിനാണ് ഒന്ന് കിട്ടേണ്ടത്. മേലെ ഒന്ന് മൂത്ത് വരണം. പൊടിയൊക്കെ അതിലേക്ക് സെറ്റായിട്ടുണ്ടാവും, എന്നാൽ കരിയാനും പാടില്ല. ഇനി നമുക്കത് 1/2 മണിക്കൂർ വയ്ക്കാം. ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാണ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടില്ലേ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ്. ഇതേ രീതിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് നല്ല ചൂടായിട്ട് വരുമ്പോൾ പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞു വരും. അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് ബ്രൗൺ കളറാവുന്ന വരെ വേണമെങ്കിലും വറുക്കാം. മീഡിയം രീതിയിലും വറുത്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റിൽ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം കൂടി പറയണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.